തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ്സുകൾക്കിടയിൽ കുടുങ്ങി ബാങ്ക് ജീവനക്കാരന് ദാരുണാന്ത്യം എന്ന വാർത്ത ഇന്ന് പുറത്തു വന്നിരുന്നു. കേരള ബാങ്ക് ജീവനക്കാരൻ ഉല്ലാസ് മുഹമ്മദാണ് മരിച്ചത്. അപകടത്തിൽ 2 ബസ് ഡ്രൈവർമാരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അശ്രദ്ധമായി വാഹനമോടിച്ചതിന് പോലീസ് കേസെടുത്തു. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, അതിദാരുണം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന സംഭവമാണ് ഉണ്ടായത്. അതിൽ ഇനി സ്വീകരിക്കാൻ കഴിയുന്ന നടപടികൾ എന്ന നിലയിൽ കർശന നടപടിയിലേക്ക് കടക്കുന്നുണ്ടോ സർക്കാർ? അതായത് റീജിത്ത്, ഈ അപകടവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഗതാഗത മന്ത്രി ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയായിരിക്കും വിഷയത്തിൽ കൂടുതൽ നടപടികൾ ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ വിഷയം നേരിട്ട് അന്വേഷിക്കണമെന്നാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഫോർട്ട് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അശ്രദ്ധമായി വാഹനമോടിക്കൽ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. മനുഷ്യജീവനെ ആപത്തുണ്ടാക്കുന്ന വിധത്തിൽ ഉദാസീനമായി KSRTC ബസിന്റെയും സ്വകാര്യ ബസ്സുകളുടെയും ഡ്രൈവർമാർ വാഹനം ഓടിച്ചു എന്നാണ് FIR-ൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ FIR-ൽ 2 ബസ് ഡ്രൈവർമാർ എന്ന് മാത്രമാണ് പരാമർശിക്കുന്നത്. ബസ് ഡ്രൈവർമാരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ നേരത്തെ നമ്മൾ പോലീസുമായി സംസാരിച്ചപ്പോൾ 2 ബസ് ഡ്രൈവർമാരെയും കസ്റ്റഡിയിലെടുത്തു എന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്താത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷേ ബസ് ഡ്രൈവർമാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് എന്തായാലും കടക്കും. വളരെ കർശനമായ നടപടി വിഷയത്തിൽ വേണമെന്നൊരു പൊതുജന വികാരം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയത്. പോലീസും വേഗത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. ഫോർട്ട് SHOയുടെ വാഹനത്തിലാണ് ഇദ്ദേഹത്തെ അപകടം പറ്റി ഉടനെ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. എന്തായാലും ഏറെ നാളായി കിഴക്കേക്കോട്ടയിൽ ഈ സിഗ്നൽ വലിയ പ്രശ്നമാണ്. ഇവിടെ ഇതിനു മുമ്പും 7 മാസങ്ങൾക്ക് മുമ്പും ഒരു യുവാവ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരം നിരന്തര അപകടങ്ങൾ സംഭവിച്ചൊരു സ്ഥലമാണ്. നമ്മൾ തന്നെ ഓഫീസിലേക്ക് വരുമ്പോൾ വലിയ തോതിലുള്ള വ്യാപക നിയമലംഘനങ്ങൾ നിരന്തരം കാണുന്നൊരിടവുമാണ്. എന്തായാലും ഈ ഗുരുതരമായ അശ്രദ്ധയുടെയും അനാസ്ഥയുടെ നിയമലംഘനത്തിന്റെയും ഒക്കെ ഇരയാണ് ആ ബാങ്ക് ജീവനക്കാരൻ. ഈ സംഭവം നടന്ന കിഴക്കേക്കോട്ടയിൽ അവിടെ തന്നെ നമുക്ക് പതിവായി കാണാൻ കഴിയുന്നതാണ് ഈ ബസ്സുകളുടെ മത്സരയോട്ടവും ബസ് സ്റ്റോപ്പിൽ നിർത്താതെ നടുറോഡിൽ വാഹനം നിർത്തി ആളുകളെ കയറ്റുന്നതുമൊക്കെ. എന്തായാലും കർശനമായ നടപടി ആ വിഷയത്തിൽ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊച്ചിയിലും സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലെടുത്തത് നിരവധി ജീവനുകളാണ്. കാൽനട യാത്രക്കാർക്ക് റോഡുകളിലൂടെ ജീവഭയമില്ലാതെ നടക്കാൻ സാഹചര്യം ഉണ്ടാകേണ്ടേ? ചില പ്രതികരണങ്ങൾ. പൊതുവെ എല്ലാ പ്രൈവറ്റ് ബസ്സുകാരും അവരെല്ലാം റഷ് ആൻഡ് ഡ്രൈവാണ്. മറ്റാൾക്കാരെ സംഭവം ഇവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി നോക്കുന്നത്. പക്ഷെ മറ്റാൾക്കാരും കൂടി ഇവർ നോക്കേണ്ട കടമ ഇവർക്കുണ്ട്. പ്രൈവറ്റ് ബസ്സിന്റെ സ്പീഡ് അനുസരിച്ച് ഇപ്പോൾ ഭയങ്കര കൂടുതലായിട്ടാണ് കാണുന്നത്. മന്ത്രിനെയോ അങ്ങനെ ഇതിന്റെ ഉന്നതമായിട്ടുള്ള അധികാരമുള്ള ആൾക്കാരെ കൊണ്ട് എത്തിച്ച് അവരിലേക്കൊന്ന് ഇതിന്റെ ഇൻഫർമേഷൻ കൊടുത്ത് അവരെ മാത്രം കുറ്റം പറയാതെ തലപ്പത്തിരിക്കണവരെ കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ട് ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മുടെ ട്രാഫിക് അതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഈ ബസ്സുകൾ തമ്മിലുള്ള ഓരോ എന്താ പറയുക, അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ബാക്കിയുള്ള സാധാ ജനങ്ങളെയൊക്കെ നല്ല ബുദ്ധിമുട്ടിക്കേണ്ട. ആസ് എ സ്റ്റുഡൻറ് 2 വീലർ ഓടിക്കുകയാണെങ്കിൽ തന്നെ ഇവരുടെയും ഇതിലും അവർക്ക് കാണാൻ പറ്റത്തില്ല ഓവർടേക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെയൊന്നും. അപ്പം അങ്ങനെ കുറേ ആക്സിഡൻസ് നടന്നിട്ടുമുണ്ട്, ജസ്റ്റ് മിസ്സായിട്ട് രക്ഷപ്പെട്ടിട്ടുമുണ്ട് കുറേ ആൾക്കാർ. ബസ്സിന് ഭയങ്കര സ്പീഡാണ്. പിന്നെ കയറാൻ നേരത്ത് സീറ്റൊന്നും കിട്ടാറില്ല നമുക്ക്. അത് ഭയങ്കര മോശമാണ്. കാരണം നമുക്ക് ST തരില്ലാന്നേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാർഡ് കാണിക്കാൻ പറയും. കാർഡ് ഒരു ദിവസം കൊണ്ടുവന്നില്ല എന്ത് ചെയ്യും? നമ്മള് കോളേജിൽ പഠിക്കുന്ന പിള്ളേർ എന്ത് ചെയ്യും? പ്രതിഷേധിക്കണം ഇതിനെതിരെ. അല്ല, നല്ല സ്പീഡാണ്. പിന്നെ ഈ സീബ്ര ക്രോസിംഗിൽ പോലും ആരും നിർത്തി തരില്ല വണ്ടിയൊന്നും. ബസ് നിർത്തുന്നില്ല. വണ്ടികള് ചിലപ്പോ നിർത്താണ്ട് എടുത്തിട്ട് പോകുന്ന കുറെ സമയം